ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോഷക സമൃദ്ധമായ ഒരു ഇലത്തോരനാണ് ഉണ്ടാക്കുന്നത്. ചായാമനസ് കൊണ്ടുള്ള ഒരു ഇലത്തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഇലത്തോരൻ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ചായാമനസ ഇല അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് ചായാമനസ ഇല. ഏകദേശം നമ്മുടെ പപ്പായയുടെയൊക്കെ ഇല പോലെ ഇരിക്കും കണ്ടാല്. അപ്പൊ എല്ലാ നാട്ടിലും ഈ ഒരു പേര് തന്നെയാണ് പറയാറ് എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാറ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പപ്പായയുടെ ഇല പോലെ ഇതും പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പാല് വരും. ഇനി ഈ ഇല നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ സാധാരണ ഇലയൊക്കെ കഴുകിയെടുക്കുന്നത് പോലെ കഴുകിയെടുത്താലും മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൊട്ടിക്കുമ്പോൾ ഒരു പാലിന്റെ കറ വരുന്നത് കൊണ്ട് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ നമുക്കിതൊരു 15 മിനിറ്റ് നേരം മുക്കി വെക്കാം. അപ്പൊ ഇതാ നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇലയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്ത് തോരനുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഒരു ഞെട്ടിന്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ ഇലയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇല മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി മിക്സിയിൽ ഇതുപോലെ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്തൽ മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചായാമനസ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചീരയൊക്കെ വേവിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കാണാം ആ ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ തോരൻ നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഏകദേശം നമ്മുടെ സാമ്പാർ ചീരയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇത് നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കാനും ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇതിന്റെ ചെറിയൊരു കൊമ്പ് നട്ടാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഒരുപാട് വളർന്ന് ഒരുപാട് ഇലകൾ ഉണ്ടാകും. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു തോരൻ. അപ്പോൾ ഈ ഒരു ഇല വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തോരൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.